കോഴി കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 1 കിലോ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കിലോ ചെറിയ ഉള്ളി, ഒരു 50 ഗ്രാം ഇഞ്ചി, 50 ഗ്രാം വെളുത്തുള്ളി. ഇതിനൊന്ന് ചതച്ചെടുക്കണം. ഇനി ഇഞ്ചി ചതച്ചെടുക്കാം. ഒരു 2 തക്കാളിക്കാം. രണ്ട് തക്കാളിക്ക് അരിഞ്ഞത്, 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നമ്മൾ കോഴിയിറച്ചി വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല. കോഴിയിൽ നിന്ന് തന്നെ നമുക്കൊരു 1/2 കിലോ നെയ്യ് കിട്ടിയിട്ടുണ്ട്. അതിലാണ് നമ്മൾ മസാല അടിക്കാൻ പോകുന്നത്. ഈ നെയ്യ് നന്നായിട്ട് ഉരുവിട്ട് നമുക്ക് എണ്ണയായിട്ട് കിട്ടും. അതിൽ നമുക്ക് മസാല അടിക്കാം. അത് വേറെ വെളിച്ചെണ്ണ, സൺഫ്ലവറോ അങ്ങനെ ഒന്നും ഒഴിക്കാൻ ആവശ്യമില്ല. നെയ്യ് നന്നായിട്ട് ഉരുവിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ശകലം ചെറുതായിട്ട് ബാലൻസ് ചെയ്ത് അത് ഇറച്ചിയുടെ ചെറിയ പീസാണ്. നല്ല നെയ്യ് മാക്സിമം ഇതിൽ കൂടിയാണ്. നമുക്ക് ആവശ്യമുള്ള നെയ്യ് അതിൽ 100 കിട്ടിയിട്ടുണ്ട്. ബാക്കി ബാലൻസ് പീസ് അത് ഉരുന്നല്ല, അത് ഇറച്ചിയുടെ പീസാണ്. നമുക്കതിൽ കടുക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. ഇട്ടിട്ടുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചെറുതായിട്ട് ഒന്ന് വാടി വേണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് പച്ചമുളക് ഇട്ടില്ല. കറിവേപ്പില. നിറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി എണ്ണയിൽ ചേർന്ന് നന്നായിട്ട് വേണം. ഉള്ളി നന്നായിട്ട് വെന്തതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം.
ഉള്ളി ഏകദേശം നന്നായിട്ട് എണ്ണയിൽ വെന്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കും. ഇനി മഞ്ഞൾ പൊടി. മഞ്ഞൾ പൊടി ഒരു സ്പൂൺ മതിയാവും. മഞ്ഞൾ പൊടി ഇട്ടിട്ട് മസാല ഇട്ട് കൊടുക്കും. മസാല ഒരു 2 സ്പൂൺ മസാല വേണം. 5 കിലോ കോഴിയുള്ളതുകൊണ്ട്. മസാല നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മസാല മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്ത് മസാലയുടെ നല്ല മണമുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് കോഴി ഇട്ടു. നന്നായിട്ട് മറിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. കോഴി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം. കറിയായതുകൊണ്ട് കുറച്ച് വെള്ളം ഒരല്പം കൂടുതൽ ഒഴിച്ചു കൊടുക്കും. ഗ്രേവി കിട്ടണം. ഇനി ഇതിൽ ഈ വെള്ളത്തിൽ കോഴി നന്നായിട്ട് വേവണം. കോഴി തിളച്ചു തുടങ്ങി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ അപ്പോഴും നമ്മളൊരു 40 മിനിറ്റ് കോഴി വേവിച്ചിട്ടുണ്ട്. കോഴി നന്നായിട്ട് വെന്ത് നെയ്യൊക്കെ തെളിഞ്ഞ് പുറത്ത് വന്നിട്ടുണ്ട്. നാടൻ കോഴി ഇറച്ചി വയ്ക്കുമ്പോൾ നെയ്യുള്ള കോഴിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അടിപൊളിയായിരിക്കും. നമ്മൾ നേരത്തെ മസാല ഇട്ടിട്ടുണ്ട്. എന്നാലും മണത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 പീസ് പട്ട കൂടെ ഇട്ട് കൊടുക്കും. കോഴി ഇറച്ചി മണം കിട്ടാൻ വേണ്ടിയിട്ട് വയണയിലയോ രമ്പയോ ഇതുപോലെ 4-5 പീസ് പട്ട ഇടും. അഡീഷണലി നമ്മൾ പട്ട ഇടും. കുരുമുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടു. ചില പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. മല്ലിമുളകും ഈ വറുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മല്ലിമുളക്. ഇപ്പൊ രണ്ടും കൂടെ ഒരു 150 ഗ്രാം വരും. ഉപ്പ് ആവശ്യത്തിനുണ്ട്. ഇനി ഉപ്പിടണം. എരിവ് ആവശ്യത്തിനുണ്ട്. അത്യാവശ്യം നിറവെല്ലാം ഉണ്ട്. മല്ലിമുളകും ഇത് മതിയാവും. ഇനി ഒരു 10 മിനിറ്റ് വെച്ചിരുന്നിട്ട് നമുക്ക് ഇറക്കാം. കോഴി ഇറച്ചി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മറിച്ചെടുക്കണം. അത്യാവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ഉണ്ട്.
കൊള്ളാമോ? ഉണ്ണിക്കുട്ടാ, മറുപടി അടിപൊളി.